പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മയായിരിക്കുന്നതിലുള്ള ആനന്ദം എനിക്ക് നൽകണമേ. അമ്മയോട് ചേർന്നിരിക്കാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഏകാധിപതിയായി വാഴുന്ന കാലം. കൂട്ടത്തോടെ ജൂതന്മാരെ കൊന്നൊടുക്കുകയാണ് ഹിറ്റ്ലർ. അവിടെ താമസിച്ചിരുന്ന വിഖ്യാത എഴുത്തുകാരനായ ഫ്രാൻസ് വെൽഫർ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് പിരണീസ് പർവ്വതനിരയുടെ പാർശ്വത്തിൽ ഒളിച്ചു താമസിച്ചു. ഗസ്റ്റപ്പോ പോലീസ് അദ്ദേഹത്തെ പിന്തുടർന്നു. രക്ഷപ്പെടുക മാനുഷികമായി അസാധ്യമാണ്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട അദ്ദേഹം എത്തിനോക്കി ലൂർദിലെ അമലോത്ഭവ മാതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അമലോത്ഭവ ജനനി, നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുക. അത്ഭുതകരമായി ഫ്രാൻസ് വെൽഫർ രക്ഷപ്പെട്ടു. പരിശുദ്ധി അമ്മയുടെ മാതൃസ്നേഹത്തെക്കുറിച്ച് വിഖ്യാതമായ ബർണദീത്തയുടെ ഗീതം അദ്ദേഹം രചിച്ചതാണ്. ഇതിൽ മക്കളോട് അമ്മയ്ക്കുള്ള മാതൃസ്നേഹത്തിൻ്റെ ആഴവും അടുപ്പവും വളരെ വിശദമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരണം ഗമിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയോട് ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ നമുക്ക് കടന്നുപോയി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പാടാം, പ്രാർത്ഥിക്കാം. നിത്യസഹായനാഥേ, കാരുണ്യം പൂന്തണല ചൊരിയുമമ്മേ, കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, കനിവിൻ്റെ നാഥേ, നിറവിൻ്റെ അമ്മേ, മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് ഏകിടൂ നീ, മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് ഏകിടൂ നീ. മാതാവേ, മാതാവേ, നിത്യസഹായ മാതാവേ, 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 നിത്യസഹായ മാതാവേ. സ്നേഹനാളമായ യേശുവിനെ ലോകം മുഴുവൻ നൽകാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. കാലാവസ്ഥ വ്യതിയാനങ്ങളും രോഗങ്ങളും മൂലം ക്ലേശിക്കുന്ന അമ്മയുടെ പ്രിയപ്പെട്ട ദാസർക്ക് ആശ്രയമായി അവലംബമായി അമ്മ ഈശോയെ നൽകണമേ. ദൈവത്തിൻ പുത്രൻ ജാതനാകാൻ അകതാരൊരുക്കിനി കാത്തിരുന്നു. ദൈവത്തിൻ പുത്രൻ
പാപരഹിതയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, തഴക്ക ദോഷങ്ങളും മൂലപാപങ്ങളും പാപബന്ധനങ്ങളുടെയും പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ ഞങ്ങളെ നിർമ്മലരായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മളിന്ന് പങ്കുവെക്കുക. ചില വ്യക്തികളുടെ കുറ്റപ്പെടുത്തലുകളും സഭയും സഭാമക്കളും വിഗ്രഹാരാധകരാണെന്നുള്ള ചില ആക്ഷേപങ്ങളുമാണ് എന്നെ ഒരു മരിയ ഭക്തനാക്കി മാറ്റിയത്. ഒരിക്കൽ എൻ്റെ ഒരു മേലധികാരി എന്നോട് പറഞ്ഞു, മത്തായി സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ എനിക്ക് ആ പറഞ്ഞ കാര്യം ഒത്തിരി കൗതുകം തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ എന്നോട് പറയാൻ കാരണം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സാറിൻ്റെ മക്കളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാൾ തൊട്ടടുത്തുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളിൽ, മറ്റൊരാൾ അച്ഛന്മാർ നടത്തുന്ന സിൽവർ ഹിൽസ് ഹൈസ്കൂൾ എന്ന സ്ഥാപനത്തിൽ, മറ്റൊരു വ്യക്തി ദേവഗിരി കോളേജ് എന്ന സ്ഥാപനത്തിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് വീടിൻ്റെ അടുത്തുള്ള ചിന്മയ മിഷൻ സ്കൂളിലും അതുപോലെ തന്നെ ഫറൂഖ് കോളേജിലൊക്കെ കുട്ടികളെ പറഞ്ഞയക്കായിരുന്നത്? അപ്പോൾ എന്നോട് അദ്ദേഹം പറയുകയാണ്, മക്കളൊക്കെ കോൺവെൻറ്റ് സ്കൂൾ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പഠിപ്പിക്കുന്നത് ഒത്തിരി ധാർമ്മികമായിട്ട് മൂല്യങ്ങൾ ഉള്ളവരായിട്ട് വളർന്നു വരുവാൻ അത് കാരണമാകും, അതുകൊണ്ടാണ് ഞാനത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിൻ്റെയൊക്കെ മതാധ്യാപകർ, ഈ മതം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്തുമാത്രം യോഗ്യത വേണം? മതായി അവർക്ക് ഒരുപാട് യോഗ്യതയൊന്നും വേണ്ട. അപ്പോൾ 10ാം ക്ലാസ്സും കഴിഞ്ഞ് 1-2 കൊല്ലത്തെ പഠനം ഉണ്ടെങ്കിൽ അവർക്ക് മതാധ്യാപനമൊക്കെ നടത്താം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞങ്ങളുടെയൊക്കെ വൈദികർ 10ാം ക്ലാസ് പഠനവും കഴിഞ്ഞ് പിന്നെ 10 മുതൽ 15 കൊല്ലം വരെ പഠിച്ചതിന് ശേഷമാണ് ഒരു വൈദികനായി തീരുക. അപ്പോൾ ഇങ്ങനെയുള്ള 4 ലക്ഷത്തോളം 5 ലക്ഷത്തോളം വരുന്ന വൈദികർ കത്തോലിക്ക സഭയിലുണ്ട്. അവരുടെ മേലധികാരികളായിട്ട് അതിനേക്കാൾ കൂടുതൽ പഠിപ്പുള്ള ഒരു 4000-ഓളം ബിഷപ്പുമാർ കത്തോലിക്ക സഭയിലുണ്ട്. അതിൻ്റെ മുകളിൽ അവരെക്കാൾ കൂടുതൽ അറിവും പരിജ്ഞാനമൊക്കെയുള്ള കർദിനാൾമാർ സഭയിലുണ്ട്. ഇത്രയും വലിയൊരു ഭണ്ഡാരം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അവർ വിശ്വസിക്കുന്ന തത്വങ്ങളും അവർ വിശ്വസിക്കുന്ന രീതികളും പരിശുദ്ധ അമ്മയൊക്കെ അവർ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന തത്വങ്ങളും
അത് അന്ധവിശ്വാസമാണെന്നും വിഗ്രഹാരാധനയാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്കറിവില്ല, പക്ഷേ അവരൊന്നും മണ്ടന്മാരാണെന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു, സോറി മത്തായി, സോറി. അങ്ങനെ 3 പ്രാവശ്യം സോറി പറഞ്ഞ് ഇന്ന് വരെ അതിനുശേഷം എന്നോട് ഈ കാര്യങ്ങൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് തർക്കിക്കാനായിട്ട് വന്നിട്ടില്ല. സ്നേഹമുള്ളവരെ, ഞാൻ അദ്ദേഹത്തോട് ഒന്നുകൂടി പറഞ്ഞു, പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ബഹുമാനിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധ അമ്മ. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ സഭയോ കുറച്ച് അധികാരികളോ പറഞ്ഞ് പഠിപ്പിച്ചതല്ല. ഇത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-43 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാകും. അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഏലീശോ പ്രഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടുന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, സ്വർഗം തന്നെയാണ് ഈ ഒരു വലിയൊരു സത്യം വെളിപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവാണെന്ന് കത്തോലിക്ക സഭ 3-4 വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 4 വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. 1, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവ് എന്നുള്ള കാര്യം. 2, നിത്യകന്യകയാണെന്നുള്ള വലിയ സത്യം. 3, സ്വർഗാരോഹണം, മാതാവ് സ്വർഗാരോഹം, വീണ്ടും മാതാവ് അമലോത്ഭവയാണെന്നുള്ള വലിയ സത്യം. ഇങ്ങനെ 4 വിശ്വാസ സത്യങ്ങൾ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വർഗം വെളിപ്പെടുത്തി തന്ന വിശ്വാസ സത്യങ്ങളാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വീണ്ടും ഒരുപാട് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില ഗ്രൂപ്പുകളെയൊക്കെ കാണാനിട വന്നിട്ടുണ്ട്. അതിൽ ചിലർ പറയുന്നത് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് മാതാവിനെ ഇങ്ങനെ കൊച്ചാക്കി കാണിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മാതാവിനെ നിങ്ങൾ ഇത്രമാത്രം വലിയ കാര്യമായിട്ട് കാണുന്നത്? അതുകൊണ്ട് അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. എന്താ ഈ സ്ത്രീയെ എന്നുള്ള പ്രയോഗം? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ അവിടുന്ന് സാത്താനോട് ദൈവം പറഞ്ഞു, നീയും നിൻ്റെ സന്തതിയും തമ്മിലും സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും, അവളുടെ സന്തതി നിൻ്റെ തലയെ തകർക്കും. സാത്താനെ പരാജയപ്പെടുത്തുന്നവനെ ജനിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്ന് വലിയ വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടായത്. സുവിശേഷകന്മാർ വളരെ കൃത്യമായിട്ട് ഈ സ്ത്രീ തന്നെയാണ് ഈ സുവിശേഷത്തിൽ സ്ത്രീയെ എന്ന് വിളിക്കാനായിട്ട് കാരണമായി വന്നിരിക്കുന്ന വ്യക്തിയെന്ന്, ആ സ്ത്രീ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുക. സുവിശേഷത്തിൽ 2 സ്ഥലത്താണ് ഈ സ്ത്രീ എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. ഒന്ന്, കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ഈശോ അമ്മയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. പിന്നൊന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ കുരിശിൽ കിടക്കുന്ന ഈശോ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നതാണ് സ്ത്രീയെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ഈശോ അമ്മയോട് പറയുന്നത്. ഈശോ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സ്ത്രീയെ എന്ന് വിളിക്കാൻ കാരണം ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ ആ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീയെന്നും മാത്രമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷണീയ കർമ്മത്തിൽ എന്തുമാത്രം സഹവർത്തിത്വമുണ്ട്, രക്ഷാകര കർമ്മത്തിൽ എന്തുമാത്രം പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈശോ പറഞ്ഞിരിക്കുന്ന. ഈശോ വീണ്ടും അവിടെ നിന്ന് തുടർന്ന് സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, കുരിശിൻ ചുവട്ടിൽ വെച്ച് പറയുന്ന അമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുന്ന് വീണ്ടും ഇപ്രകാരം ഓർപ്പെടുന്നുണ്ട്, ഇത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്ത അടയാളങ്ങളുടെ ആരംഭമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം എന്ന് പറയുന്നത് അതൊരടയാളമാണ്, അതിൻ്റെ ഒരു തുടക്കമാണ്, അത് പൂർത്തിയാകുന്നത് കുരിശിലാണ്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ വീണ്ടും പറയുന്നത് സ്ത്രീയെ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുരിശിലാണ് അതിൻ്റെ പൂർത്തീകരണം. അതുകൊണ്ട് അമ്മയ്ക്കും ഈ രക്ഷണീയ കർമ്മത്തിൽ പങ്കുണ്ട് എന്ന് അവിടെ തെളിയിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ മാതാവിന് മക്കളുണ്ടായിരുന്നു എന്നുള്ള മറ്റൊരു വിവാദമാണ് വീണ്ടും ചിലരൊക്കെ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാതാവിന് വേറെ മക്കളുണ്ടെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈ യോഹന്നാനെ ഏൽപ്പിച്ച് വിടുമോ? ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ അടുത്ത ആളുടെ ബന്ധത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈകളിലല്ലേ കൊടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാവിന് മക്കളുണ്ടായിരുന്ന എന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മത്തായി ശ്ലീഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് യാക്കോബും യോഹന്നാനും എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റേ മറിയത്തിൻ്റെ മക്കളാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമ്മയുടെ സഹോദരങ്ങളല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ മക്കളുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനത്തിൽ പ്രസവിക്കുന്നത് വരെ
അവൾ പുരുഷനെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ അതിനുശേഷം അമ്മയ്ക്ക് മക്കളുണ്ടാകുകയും വേറെ മക്കളുണ്ടായിരുന്നു എന്നൊക്കെ വാദിക്കാൻ ഒരു കാരണമായിട്ട് പറയുന്നത്. ഇതൊരു ഒരു ഒരു ഭാഷാ പ്രയോഗമാണത്. നമുക്കറിയാം, ഭാഷകളിൽ ഇതുപോലെ ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ചില പ്രത്യേക ആശയങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കൃത്യമായിട്ടും ഈ പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി പരിശുദ്ധ അമ്മ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഗർഭധാരണത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വാചകം ഉപയോഗിച്ചിരിക്കുക. അതിന് കാരണമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2 സാമുവേൽ 6-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ ഇതുപോലെയൊരു പ്രയോഗം കാണുന്നുണ്ട്. അവിടെ സംഭവം ഇതാണ്: ദാവീദ് രാജാവ് യുദ്ധം ജയിച്ച് കടന്നു വരുന്ന സമയത്ത് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജാവ് തന്നെ അരക്കച്ചയും എടുത്തുകൊണ്ട് നൃത്തം ചവിട്ടുന്ന ഒരു രംഗത്തെ കാണുന്നുണ്ട്. ഈ രംഗത്തെ കണ്ടുകൊണ്ട് തൻ്റെ ഭാര്യയായ മിഖായലിന് നിന്ന തോന്നുകയും അപമാനം തോന്നുകയും അത് രാജാവിനോട് വന്ന് പറഞ്ഞു, എന്തേ മനുഷ്യ ഇങ്ങനെ നാണമില്ലാതെ ഈ പ്രജകളുടെയൊക്കെ കൂടെ നൃത്തം ചവിട്ടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് രാജാവിനെ കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം മിഖായലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മരണം വരെ അവൾ വന്ധ്യയായിരുന്നു. മരണം വരെ അവൾ വന്ധ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം മക്കളുണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതൊരു പ്രയോഗമാണ്, ഒരു ഭാഷാ പ്രയോഗമാണ്. അതുകൊണ്ട് മക്കളുണ്ടായി എന്ന് പറയുന്നതിലും അങ്ങനെ ഒരു സംഭവമൊന്നും നമ്മൾ ഈ ലോകത്തിൽ പറഞ്ഞു വരുത്തുന്നതിലൊന്നും അർത്ഥമില്ല. അത് ചിലരൊക്കെ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഈ വിവാദങ്ങൾക്കൊന്നും അർത്ഥമില്ല. അത് വളരെ കൃത്യമായിട്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെ 484 മുതലുള്ള ഖണ്ഡികയിൽ 511 വരെയുള്ള ഖണ്ഡികയിലും അതുപോലെ തന്നെ 963 മുതൽ 75 വരെയുള്ള ഖണ്ഡികയിലും മാതാവിനെക്കുറിച്ച് വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിക്കത്തക്ക വിധത്തിൽ മാതാവിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആക്ഷേപങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനൊരിക്കൽ എൻ്റെ മകള് ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ മകൾ ഒരിക്കൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, പപ്പേ ഇവിടെ എനിക്ക് ഒത്തിരി വിഷമം അനുഭവപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്താ മോളെ? ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ സാധാരണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിവായിരുന്നു അവിടെ ഹോസ്റ്റലിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രീതിയിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ, നമുക്ക് ഒരുമിച്ച് കൂടി വേറെ രീതിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാൽ ടീച്ചേഴ്സ് ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് മാതാവിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയും മാതാവിനെ മോശമാക്കി പറഞ്ഞും അവരുടെ പ്രാർത്ഥനാ രീതി തുടർന്നപ്പോൾ ഒത്തിരി വേദന തോന്നുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാനത് കുറിച്ച് ആലോചിച്ചു. ഉടനെ തന്നെ ഞാൻ അവരുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളെ, നഴ്സിംഗ് സൂപ്രണ്ടിനെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമില്ലാത്ത പഠനങ്ങൾ കൊടുക്കരുത്. അവരിഷ്ടപ്പെടാത്ത പ്രാർത്ഥനാ രീതികളിലേക്ക് അവരെ വിടുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണമെന്ന്. തീർച്ചയായിട്ടും അവർ വിളിച്ചു പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇനി ആരെയും നിർബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കരുത്. അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിച്ചോളട്ടെ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചോളട്ടെ, അവരെ സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിട്ടേക്കുക. അങ്ങനെ അന്ന് മുതൽ അപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങൾ കൊണ്ടയാക്കിയപ്പോൾ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, മാതാവിൻ്റെ സ്റ്റാച്ചു. നിങ്ങൾ ആ സ്റ്റാച്ചുവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളൂ, മാതാവ് നിങ്ങളെ സഹായിച്ചോളും, നിങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവം വരാതെ മാതാവ് കാത്തോളും. അങ്ങനെ അവർ മാതാവിൻ്റെ സ്റ്റാച്ചു എടുത്ത് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സമയങ്ങളിൽ ആ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് വന്നു നിൽക്കുന്നതായിട്ട് ആ കുട്ടിക്ക് തോന്നുക. ഈ എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇത് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് മാതാവ് വന്നു നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. ആദ്യമൊക്കെ സംശയം തോന്നി, അല്ല, മാതാവിൻ്റെ സാന്നിധ്യം തന്നെ തോന്നി. മാത്രമല്ല മാതാവ് അവളോട് പറഞ്ഞു, മോളെ ഒരു കടലാസ് എടുക്കുക, ഒരു പേനയും കടലാസും എടുക്കുക. അങ്ങനെ പേനയും കടലാസും എടുക്കാൻ ആദ്യം അടിച്ചു. 2-3 പ്രാവശ്യം പ്രേരിപ്പിച്ചപ്പോൾ ആ കുട്ടി പേനയും കടലാസും എടുത്ത് പിന്നെ വീണ്ടും മാതാവ് പറഞ്ഞു, നീ 1 എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 1 എന്ന് എഴുതി ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതുക എന്ന് മാതാവ് പറഞ്ഞതനുസരിച്ച് എഴുതിയപ്പോൾ അവരുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം പോലെ അവൾക്കത് അനുഭവപ്പെട്ടു. വീണ്ടും അപ്പോൾ പിന്നെ അതൊരു ലൈവായിട്ട് അവർക്കിങ്ങനെ തോന്നി, അവൾ അങ്ങനെ എഴുതാൻ തുടങ്ങി. അങ്ങനെ 2, 3, 15 ചോദ്യങ്ങൾ ഇതുപോലെ അങ്ങനെ എഴുതി അവളെ വെച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ മറ്റു കുട്ടികളുമായിട്ട് പങ്കുവെച്ചു, ഇനി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് നിന്ന് എന്നോട് പറഞ്ഞു, നീ ഒരു പേപ്പർ എടുത്ത് അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതുക. ആദ്യമൊക്കെ ഞാൻ മടിച്ചു, പിന്നെ എഴുതി വെച്ചു. എഴുതിയത് വായിച്ച് ഞാൻ എഴുതി നിങ്ങളെ കാണിക്കാം. ഇത് നോക്കൂ, നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം പോലെ എനിക്ക് തോന്നുകയാണ്. ഏതായാലും ആ എഴുതി വെച്ച കാര്യങ്ങൾ അവരെല്ലാവരും ഷെയർ ചെയ്ത് വായിച്ചു. അതൊക്കെ കണ്ടങ്ങ് പോയി.
അവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഏതായാലും പിറ്റേ ദിവസം രാവിലെ പരീക്ഷയായിരുന്നു. ആ പരീക്ഷാ ഹാളിലേക്ക് കയറി ചെന്ന നിമിഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇവർക്ക് അതിശയം തോന്നുന്നത്. ഇന്നലെ ഈ കൊച്ചിന് വെളിപ്പെടുത്തി കൊടുത്ത് എഴുതാൻ പറഞ്ഞ കാര്യങ്ങളാണ് ആ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം. അങ്ങനെ ആ 15 ചോദ്യങ്ങളും കൃത്യമായിട്ട് അതിൽ വന്നിരിക്കുന്നു. ഏതാണ്ട് ഒരു 60ഓളം മാർക്കിനുള്ള ചോദ്യങ്ങളായിരുന്നു അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി. ഒത്തിരി തീക്ഷ്ണതയോടുകൂടി അന്ന് വൈകുന്നേരം വന്ന് അവർ പ്രാർത്ഥിച്ചു. മാത്രമല്ല അത് മറ്റു പലരുമായിട്ട് അത് പങ്കുവെച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പിള്ളേരും കൂടി അന്ന് വന്നിരുന്ന് ഈ മാതാവിൻ്റെ മധ്യസ്ഥതയിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലായിരുന്ന, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാതിരുന്ന മക്കൾ പോലും ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നും മാതാവ് ഇതുപോലെ ഒരു ചോദ്യപേപ്പർ എടുക്കാനോ ഒരു കടലാസ് എടുക്കാനും അതിലിങ്ങനെ എഴുതാനും പ്രേരിപ്പിച്ചു. അന്നും ഇതുപോലെ എഴുതി വെച്ചു. അന്നും കുറേ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതുപോലെ മാതാവ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കോളേജിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ കുട്ടികളിൽ വലിയൊരു ഭൂരിപക്ഷം കുട്ടികളും ഇതിൽ വന്ന് പങ്കെടുക്കുക മാത്രമല്ല, അക്രൈസ്തവരായ വ്യക്തികളും ഇതുപോലെ മാതാവിനെ തള്ളിപ്പറഞ്ഞിരുന്നവരും മാതാവിനെ കുറ്റം പറഞ്ഞിരുന്നവർ പോലും ഈ കൂട്ടായ്മയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മാതാവിനെക്കുറിച്ച് അധിക്ഷേപിക്കുന്നവരും അവരോട് തന്നെ മാതാവ് സംസാരിക്കുകയും അവർക്ക് തന്നെ അത് അനുഭവമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഈ കുട്ടികളൊക്കെ വീണ്ടും അവിടുന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീടുകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീടുകളിൽ വെച്ച് കൊന്തയെല്ലാം തുടങ്ങി. അതിനുശേഷം അവരുടെ ആ ഹൈന്ദവ കുട്ടികളുടെയൊക്കെ വീടുകളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരി സംഭവിക്കുന്നതായിട്ട് കാണാനിട വന്നു. ആ ഇടയ്ക്കാണ് ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ ചേർന്നുകൊണ്ട് നിങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം വലിയ അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ അറിയിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരൊക്കെ കൊന്തയില്ലെന്നവരായി മാറി. അങ്ങനെ ഒത്തിരി പേര് കൊന്ത ചെല്ലുന്ന വ്യക്തികളായിട്ട് മാറി. മാതാവിനോടുള്ള ഭക്തിയിൽ അവരൊത്തിരി പേര് വളരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മാതാവിനോടുള്ള ഭക്തി എല്ലാവർക്കും അനുഗ്രഹമാണ്. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹങ്ങൾ കിട്ടും. അതുകൊണ്ട് മാതാവിനെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുന്നവർക്കൊക്കെ ഒരു തിരിച്ചുവരവിനുള്ള കൃപ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്ക് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കാത്ത മക്കൾ, അമ്മയെക്കുറിച്ച് അറിയാത്ത മക്കൾ, അവരെല്ലാം അമ്മയെ അറിയുവാനും അമ്മയിൽ നിന്ന് കിട്ടുന്ന കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാനും അങ്ങനെ ദൈവകൃപ സ്വീകരിക്കുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. പരിശുദ്ധ ത്രിത്വത്തെ മുഴുവൻ സ്നേഹത്തോടെയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നത് സൃഷ്ടിയാണ് എന്നതിൻ്റെ ഏറ്റുപറച്ചിലാണ്. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കുകയാണ്. തൻ്റെ തിരുപുത്രനെ യോഗ്യമായ വിധത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. നിറഞ്ഞ മാതൃസ്നേഹത്തിൻ്റെ ഒഴുക്കിലേക്ക് ഈ ഗാനത്തിലൂടെ നമുക്കും യാത്ര ചെയ്യാം. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ.
സ്വർഗീയ ആഭരണങ്ങൾ നിറഞ്ഞ പരിശുദ്ധയമ്മേ, മക്കളായ ഞങ്ങളെയും സുഹൃതങ്ങളാകുന്ന ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ ഞങ്ങളുടെ ചാരെ വരണമേ. നക്ഷത്രമുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. കൃപയുടെ വിളനിലമായ പരിശുദ്ധയമ്മേ, മക്കളായ ഞങ്ങളെയും കൃപകളാൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കണമേ. ഘോരസർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. ഘോരസർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. മാതൃസ്നേഹം നിറയുന്ന പരിശുദ്ധ അമ്മയുടെ മിഴികളിലേക്ക് നോക്കി നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ സങ്കേതമായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ സങ്കേതമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ സങ്കേതമായിരിക്കണമേ.